ചെങ്ങന്നൂർ മുൻ എംഎൽഎ കെ രാമചന്ദ്രൻ നായരുടെ മകൻ ആർ പ്രശാന്തിന്റെ ആശ്രിത നിയമനം റദ്ദാക്കിയതിനെതിരെ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി. ഒരു എംഎൽഎയുടെ മകന് എങ്ങനെ ആശ്രിത നിയമനം നൽകാനാകുമെന്ന് ചോദിച്ചാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഹർജി തള്ളിയത്. എന്നാൽ പ്രശാന്ത് വാങ്ങിയ ശമ്പളം തിരിച്ചുപിടിക്കരുതെന്നും ഉത്തരവിൽ പറയുന്നു. 2018 ഇടത് മന്ത്രിസഭാ തീരുമാനപ്രകാരമായിരുന്നു ആർ പ്രശാന്തിന് ജോലി നൽകിയത്. പൊതുമരാമത്ത് വകുപ്പിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിരുന്നു നിയമനം. കേരള സബോർഡിനേറ്റ് സർവീസ് ചട്ടം 39 പ്രകാരം തസ്തിക സൃഷ്ടിച്ച നിയമന ഉത്തരവിറക്കാൻ സംസ്ഥാന മന്ത്രിസഭയ്ക്ക് അധികാരമുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ എംഎൽഎയുടെ മകൻ ഉൾപ്പെടെ ആശ്രിത നിയമനം നൽകാനാകില്ലെന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ബിജെപി വിട്ട് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യർക്കെതിരെ കൊലവിളി മുദ്രാവാക്യം ഉയർത്തി യുവമോർച്ച. കണ്ണൂർ അഴീക്കോടാണ് സന്ദീപ് വാര്യർക്കെതിരെ ഭീഷണി മുദ്രാവാക്യം വിളിച്ച് യുവമോർച്ച പ്രകടനം നടത്തിയത്. ജയകൃഷ്ണൻ മാസ്റ്റർ ബലിദാന ദിനത്തോടനുബന്ധിച്ചുള്ള പ്രകടനത്തിനിടെയാണ് മുദ്രാവാക്യം വിളി. യഥാർത്ഥ ഒറ്റുകാരുള്ളത് ബിജെപി ഓഫീസിനുള്ളിലാണെന്നായിരുന്നു സന്ദീപ് വാര്യരുടെ മറുപടി. ബിജെപിയുടെ അസഹിഷ്ണുതയുടെ തെളിവാണ് തനിക്കെതിരായ മുദ്രാവാക്യങ്ങളെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. വൈദ്യുതി ബോർഡിലെ കെടുകാര്യസ്ഥതയുടെ തിക്തഫലം അനുഭവിക്കുന്നത് സാധാരണക്കാരാണെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വൈദ്യുതി ബോർഡിനെ ലാഭത്തിലാക്കി കടം കുറച്ചുകൊണ്ടുവന്നു. 2016 അധികാരത്തിൽ നിന്നും ഇറങ്ങുമ്പോൾ വൈദ്യുതി ബോർഡിന്റെ അതുവരെയുള്ള കടം 1083 കോടി രൂപയായിരുന്നു. ഇപ്പോൾ അത് 45,000 കോടിയായി. കെടുകാര്യസ്ഥതയാണ് വൈദ്യുതി ബോർഡിൽ നടക്കുന്നത്. എയ്ഡ് സ്കൂളിൽ നിന്ന് 3 വർഷം മുമ്പ് സ്ഥിര നിയമനം കിട്ടിയ അധ്യാപകരെ ദിവസവേതനക്കാരാക്കി മാറ്റാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഈ സർക്കാരിനല്ലാതെ ആർക്ക് ഇത്തരം തലതിരിഞ്ഞ തീരുമാനങ്ങൾ എടുക്കാനാകുമെന്നും സതീശൻ ചോദിച്ചു. കൊടകര കുഴൽപ്പണ കേസിൽ വീണ്ടും ആരോപണവുമായി തിരൂർ സതീഷ്. ബിജെപിയുടെ തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ 50 കോടി രൂപ കള്ളപ്പണം സൂക്ഷിച്ചുവെന്നും പിന്നീട് ഈ പണം എവിടേക്ക് കൊണ്ടുപോയി എന്ന കാര്യം തനിക്ക് അറിയില്ലെന്നും ബിജെപി തൃശൂർ ജില്ലാ ഓഫീസ് മുൻ സെക്രട്ടറി തിരൂർ സതീഷ് മാധ്യമങ്ങളോട് പറഞ്ഞു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ 50 കോടി 6 ചാക്കുകളായി കൊണ്ടുവന്നു എന്നതായിരുന്നു തന്റെ മൊഴി. വെളിപ്പെടുത്തലിന്റെ അനുബന്ധ രേഖകൾ തൽക്കാലം പ്രദർശിപ്പിക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് കയ്യിലുണ്ടായിരുന്ന 1.5 കോടി ആരൊക്കെ ചേർന്നാണ് വീതം വെച്ചതെന്നും അന്വേഷിക്കണമെന്നും തന്റെ പക്കലുള്ള എല്ലാ രേഖകളും പോലീസിന് കൈമാറിയെന്നും തിരൂർ സതീഷ് പറഞ്ഞു. കരുവന്നൂർ ബാങ്ക് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലെ പ്രതികളായ സിപിഐഎം നേതാവ് PR അരവിന്ദാക്ഷൻ, ബാങ്കിലെ ജീവനക്കാരൻ CK ജിൽസ് എന്നിവർക്ക് ഹൈക്കോടതി ജാമ്യം. എറണാകുളം PMLA കോടതി ജാമ്യ ഹർജി തള്ളിയതിനെ തുടർന്നാണ് അരവിന്ദാക്ഷൻ ഹൈക്കോടതിയെ സമീപിച്ചത്. സംസ്ഥാനത്ത് 5 ദിവസങ്ങളിൽ റെഡ് അലർട്ട് തുടരും. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന കാലാവസ്ഥാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന വടക്കൻ കേരളത്തിലെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലാണ് റെഡ് അലർട്ട്. ഫെയ്സൽ ചുഴലിക്കാറ്റിന്റെ സ്വാധീനത്തെ തുടർന്ന് ഈ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ പ്രവചനം. കുറഞ്ഞ സമയം കൊണ്ട് വലിയ അളവിൽ മഴ ലഭിച്ചേക്കും. മലവെള്ളപ്പാച്ചിലിനും മിന്നൽ പ്രളയത്തിനും സാധ്യതയുണ്ട്. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലും ഉണ്ടായേക്കാം. മലയോര മേഖലകളിൽ കർശന ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ഉണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകി. കനത്ത മഴ പെയ്യുമെന്ന മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ കാസർഗോഡ് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. കാസർഗോഡ് ജില്ലയിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. നാളെ ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ജില്ലാ കളക്ടർ ഇംപറേഷൻ അവധി പ്രഖ്യാപിച്ചു. ട്യൂഷൻ സെന്ററുകൾ, അംഗനവാടികൾ, മദ്രസകൾ എന്നിവയ്ക്കും അവധി ബാധകമാണ്. ഫെയ്സൽ ചുഴലിക്കാറ്റ് ആഞ്ഞു വീശിയതോടെ തമിഴ്നാട്ടിലും പുതുച്ചേരിയിലുമായി മരണം 13ആയി. തിരുവണ്ണാമലയിൽ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്ത് രാവിലെ NDRF സംഘം രക്ഷാപ്രവർത്തനം തുടങ്ങി. 9 ജില്ലകളിൽ നിന്ന് സ്കൂളുകൾക്ക് അവധി നൽകി. തമിഴ്നാട്ടിൽ ഇന്ന് മഴ മുന്നറിയിപ്പിൽ മാറ്റമുണ്ട്. റെഡ്, ഓറഞ്ച് അലർട്ട് ഒരിടത്തുമില്ല. ചെന്നൈ, കോയമ്പത്തൂർ അടക്കം 10 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഫൈൻജാൽ ദുർബലമായെങ്കിലും തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും മഴക്കെടുതി തുടരുകയാണ്. മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ പേര് പാർട്ടി അംഗീകരിച്ചതായി മുതിർന്ന BJP നേതാവ്. എന്നാൽ ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല. മുഖ്യമന്ത്രി ആരെന്ന തീരുമാനമായില്ലെങ്കിലും ഡിസംബർ 5-ന് സത്യപ്രതിജ്ഞ നടക്കുമെന്ന് സംസ്ഥാന BJP അധ്യക്ഷൻ ചന്ദ്രശേഖർ ബവൻകുലെ അറിയിച്ചു. ദില്ലിയിലെ മലിനീകരണത്തിൽ കടുത്ത നടപടിയുമായി സുപ്രീം കോടതി. 4 സംസ്ഥാനങ്ങളിലെയും ദില്ലിയിലെയും ചീഫ് സെക്രട്ടറിമാർക്ക് വ്യാഴാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ട് സമൻസ് അയച്ചു. UP, ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ ചീഫ് സെക്രട്ടറിമാർക്കാണ് സമൻസ് അയച്ചിരിക്കുന്നത്. ക്ഷമയ്ക്ക് പരിധിയുണ്ടെന്നും സുപ്രീം കോടതി രൂക്ഷ ഭാഷയിൽ വിമർശിച്ചു. TVK നേതാവും നടനുമായ വിജയ് ദ്രാവിഡ പാർട്ടികളുടെ ആശയങ്ങൾ തന്നെയാണ് പിന്തുടരുന്നതെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് അണ്ണാമലയുടെ വിമർശനം. UK-യിൽ 3 മാസം നീണ്ട പഠനത്തിന് ശേഷം തിരിച്ചെത്തിയപ്പോഴാണ് അണ്ണാമലയുടെ പ്രതികരണം. അദാനി, സംഭൽ, മണിപ്പൂർ വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇതേ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ഈ വിഷയങ്ങളിൽ അടിയന്തര പ്രമേയത്തിന് ലോക്സഭയിലും ചർച്ച ആവശ്യപ്പെട്ട് രാജ്യസഭയിലും പ്രതിപക്ഷം നോട്ടീസ് നൽകി. തമിഴ്നാട്ടിലെയും പുതുച്ചേരിയിലെയും മഴയും വെള്ളപ്പൊക്കവും ലോക്സഭ നിർത്തിവെച്ച് ചർച്ച
ചെയ്യണമെന്നാവശ്യപ്പെട്ട് DMK അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. സംസ്ഥാന വഖഫ് ബോർഡ് ആന്ധ്രാപ്രദേശ് സർക്കാർ പിരിച്ചുവിട്ടു. മികച്ച ഭരണ നിർവഹണം, വഖഫ് സ്വത്തുക്കൾ സംരക്ഷണം, വഖഫ് ബോർഡിന്റെ സുഗമമായ പ്രവർത്തനം എന്നിവ ഉറപ്പുവരുത്താനാണ് നടപടിയെന്ന് അധികൃതർ പറഞ്ഞു. YSRC സർക്കാരിന്റെ കാലത്ത് ബോർഡിലേക്ക് നടത്തിയ 10 അംഗ നിയമനത്തിനെതിരെ ഹൈക്കോടതിയിൽ കേസ് നടക്കുന്നതും പരിഗണിച്ചതായി സർക്കാർ ഉത്തരവിൽ പറയുന്നു. ഇന്ത്യയിലേക്ക് തിരിച്ച 54 ഇസ്കോൺ സന്യാസിമാരെ തടഞ്ഞ ബംഗ്ലാദേശ്. യാത്രാരേഖകൾ കൈവശമുണ്ടായിട്ടും സന്യാസിമാരെ അതിർത്തി കടക്കാൻ ബംഗ്ലാദേശ് അനുവദിച്ചില്ല എന്നാണ് വിവരം. അതിർത്തിയിൽ മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിന് ശേഷം യാത്രയ്ക്ക് അനുമതിയില്ലെന്ന് അറിയിക്കുകയായിരുന്നു. ISL ഫുട്ബോളിൽ ബംഗളൂരു FCയെ വീഴ്ത്തി ഒഡീഷ FC. കലിംഗ സ്റ്റേഡിയത്തിൽ ഡിയേഗോ മൗർഷിയോയുടെ ഇരട്ട ഗോളും മാവി മിങ്താന, മുർത്താദ ഫോൾ എന്നിവയുടെ ഗോളുമാണ് ഒഡീഷയ്ക്ക് വിജയം സമ്മാനിച്ചത്.